ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയുടെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ്. കുമ്മാട്ടി എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഈ പാഠഭാഗവും അതിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ അടിസ്ഥാന പാഠാവലിയുടെ മാത്രം മതിയെങ്കിൽ STD7 അടിസ്ഥാന പാഠാവലി എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. വിളവെടുപ്പിന്റെ ആരവത്തോടൊപ്പം മറ്റൊരു ഉണർവിന്റെ ആർപ്പുവിളികളും വാദ്യഘോഷങ്ങളും ഉയരുന്നു. അതെന്ത് എന്നാണ് നമ്മൾ ഈ കുമ്മാട്ടി എന്ന പാഠത്തിലൂടെ നോക്കുന്നത്. തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പു വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറി ഇറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശക്കുമ്മാട്ടി. അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ്. ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു. കിഴക്കുംപാട്ടുകര, കുറ്റുമുക്ക്, മരുതൂർ, ഏവനൂർ, അയ്യന്തോൾ, വിയ്യൂർ, ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളിയുള്ളത്. ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത്. കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദ കലയ്ക്കുള്ളത്. ഓരോ ദേശക്കുമ്മാട്ടിയും ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ്. തള്ള, പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നു. ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പാർപ്പടകപ്പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വെക്കുന്നു. പുല്ലിന്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല 2 ഭാഗത്തേക്കും അടുക്കി വെച്ച് കാഞ്ഞിരവള്ളി കൊണ്ടാണ് മെടയുന്നത്. ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും. പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത്. വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കുന്നതിനാണ് ഇത്. മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു. കാലിലും കയ്യിലും 3 കെട്ട്, മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക്. വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു. ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക. പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം. കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പു വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം ഉടയ്ക്കുന്നു. കിഴക്കുംപാട്ടുകര കുമ്മാട്ടി സംഘം പനയ്ക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഓരോ സംഘത്തിലും 5-6 കുമ്മാട്ടികളും സംഘനേതാവായി തള്ളയും ഉണ്ടാകും. 4-5 പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന 2-3 വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി. ഔപചാരികമായി അഭ്യാസക്രമങ്ങളില്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപങ്ങളും ആശാന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു. തിത്തോ തിമൃതോ തീയത്തോ എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടിപ്പിടിക്കുന്ന പന്നി മറിച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ്. ഇനി നമുക്ക് കുമ്മാട്ടിക്കളിയെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ഇതിൽ പറഞ്ഞ കാര്യങ്ങളും അതിന് പുറത്തു നിന്നുള്ള കാര്യങ്ങളും. കുമ്മാട്ടിക്കളി ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടുവാൻ തൃശ്ശൂരിന്റെ തനതായ പുലിക്കളി പോലെ സാംസ്കാരിക രംഗത്ത് ഇടം പിടിച്ച ഒന്നാണ് കുമ്മാട്ടി. കുമ്മാട്ടിയുടെ കളി കാർഷികോത്സവമായാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളിലാണ് പ്രചാരത്തിലുള്ളത്. ചിലയിടങ്ങളിൽ ഇത് അനുഷ്ഠാന കലയാണ്. മകരം, കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിന്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിൽ ഒന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. കുമ്മാട്ടിപ്പുല്ലോ വാഴയിലയോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖം മൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുക. കമുകിൻ പാളയിലോ മുരുക്കിലോ ആണ് മുഖം മൂടികൾ ഉണ്ടാക്കുക. ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത്. ശ്രീകൃഷ്ണൻ, മഹാബലി, നാരദൻ, ഹനുമാൻ, ശിവഭൂതഗണങ്ങളായ കുംഭൻ, കുബോധരൻ, തള്ള എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാണ കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ.
ഓരോ ചെറു സംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീട് തോറും കയറിയിറങ്ങുന്നത്. കുമ്മാട്ടിക്കളിക്ക് നിയതമായ നൃത്തച്ചുവടുകളൊന്നുമില്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുണ്ട്. നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ചർച്ച ചെയ്യാം, കണ്ടെത്താം. പാഠഭാഗം വായിച്ച് കണ്ടെത്തിയ സവിശേഷതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ: എന്താണ് കുമ്മാട്ടിക്കളി? തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പു വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശക്കുമ്മാട്ടി. അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ്. ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു. ചോദ്യം 2. കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം? മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു. കാലിലും കൈയിലും 3 കെട്ട്, മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക്. വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു. ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക. പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം. ചോദ്യം 3. കുമ്മാട്ടിക്കളിയുടെ ആഘോഷ രീതി എങ്ങനെയുള്ളതാണ്? കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പു വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരമുടയ്ക്കുന്നു. കിഴക്കുംപാട്ടുകര കുമ്മാട്ടി സംഘം പനയ്ക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഓരോ സംഘത്തിലും 5-6 കുമ്മാട്ടികളും സംഘനേതാവായി തള്ളയും ഉണ്ടാകും. 4-5 പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന 2-3 വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി. അടുത്ത ചോദ്യം വിശകലനം ചെയ്യാം, കുറിപ്പ് തയ്യാറാക്കാം. കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതെങ്ങനെ? പാഠഭാഗവും മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണെങ്കിലും ഇന്ന് ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഓണം, പുലികളി, കുമ്മാട്ടിക്കളി തുടങ്ങിയവയെല്ലാം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ്. ജനമൈത്രിയും ഐക്യവും വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങൾ എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാക്കുകയും നാം എല്ലാം ഒന്നാണ് എന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഗ്രാമീണ നിഷ്കളങ്കതയും സാംസ്കാരിക തനിമയുമുള്ള ഇത്തരം നാടോടി കലകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം കാർഷികോത്സവം. നമ്മുടെ നാട്ടിലുമുണ്ട് കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും. അതിലൊരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, കാളവേല. ഇനി ഏതൊക്കെ എഴുതാം? വേല, പൂരം, ഓണം, വിഷു, മരമടി ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം. നാട്ടിലെ കർഷകരുടെ കൂടി സഹായത്തോടെ സ്കൂളിൽ ഒരു കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം സംഘടിപ്പിക്കുക. കാർഷികോത്സവത്തിന്റെ അല്ലെങ്കിൽ നാട്ടുത്സവത്തിന്റെ പ്രചാരണത്തിന് നോട്ടീസ്, കാര്യപരിപാടി, പോസ്റ്റർ, ബാനർ എന്നിവ തയ്യാറാക്കുമല്ലോ. ഇവ ഡിജിറ്റലായും നിർമ്മിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ സ്കൂളിൽ ചെയ്ത് നോക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് ടീച്ചറുടെ നേതൃത്വത്തിൽ നിങ്ങൾക്കിത് ചെയ്യാം. അടുത്ത പ്രവർത്തനം വിവരണം തയ്യാറാക്കാം. ഞങ്ങൾ കണ്ട കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കുക. അപ്പോൾ ഇത് മക്കൾ ചെയ്യുക, കാരണം ഓരോ ദേശത്തെയും ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ നാട്ടിലെ ഉത്സവം, നാട്ടുത്സവം അല്ലെങ്കിൽ കാർഷികോത്സവം ഏതാണോ അതിനനുസരിച്ച് എഴുതുക. ഞാനിവിടെ നിങ്ങൾക്ക് പൊതുവായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു കാർഷികോത്സവത്തിനെ കുറിച്ച് തരുന്നുണ്ട്. അപ്പോൾ എന്താണ് പേര്, നിങ്ങൾ കണ്ട കാർഷികോത്സവം, മകരക്കൊയ്ത്താണെങ്കിൽ അത് അങ്ങനെ ഏതാണോ അത് നിങ്ങൾ അവിടെ പേര് ചേർത്ത് കൊടുക്കണേ. നമ്മുടെ നാടിൻ്റെ പൈതൃകവും ഒത്തൊരുമയും വിളിച്ചോതുന്ന ഒന്നായിരുന്നു ഞങ്ങൾ കണ്ട നാട്ടുത്സവം. അപ്പോൾ ആ നാട്ടുത്സവം എന്താണ്, അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഞങ്ങൾ കണ്ട അതിൻ്റെ പേര്. ഓക്കെ. കാർഷിക സംസ്കൃതിയുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഈ ആഘോഷം ഗ്രാമത്തിന് വലിയ ഉണർവാണ് നൽകിയത്. വർണ്ണാഭമായ തോരണങ്ങളാലും ദീപാലങ്കാരങ്ങളാലും നാടാകെ ഉത്സവ ലഹരിയിലായിരുന്നു. ചെണ്ടമേളവും ആർപ്പുവിളികളും ആവേശകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രധാന ആകർഷണം വൈവിധ്യമാർന്ന നാടൻ കലാരൂപങ്ങളായിരുന്നു. കുമ്മാട്ടിക്കളിയും തെയ്യവും പോലുള്ള കലകൾ കാണാൻ നിരവധി ആളുകൾ ഒത്തുകൂടി. വിചിത്രമായ മുഖംമൂടികളും വേഷവിധാനങ്ങളും ധരിച്ച കലാകാരന്മാർ ഗ്രാമവീഥികളിലൂടെ നൃത്തം ചെയ്തത് മനോഹരമായ കാഴ്ചയായിരുന്നു. ജാതിമതഭേദമന്യേ നാട്ടുകാരെല്ലാം ഒത്തുചേർന്ന് ഈ ആഘോഷത്തിൽ പങ്കുചേർന്നു. ഇത്തരം ഉത്സവങ്ങൾ ജനങ്ങൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും വളർത്താൻ സഹായിക്കുന്നു. വിളവെടുപ്പിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ ഉത്സവം പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു. നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വരും തലമുറയ്ക്കായി നിലനിർത്താൻ ഇത്തരം നാട്ടുത്സവങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അടുത്ത പ്രവർത്തനം ഡോക്യുമെന്ററി തയ്യാറാക്കാം. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ഡോക്യുമെന്ററി തയ്യാറാക്കാം. അനുയോജ്യമായ ശബ്ദ വിവരണം കൂടി ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ ഡോക്യുമെന്ററി നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കാവുന്ന പ്രവർത്തനമാണ്.
വരികൾ ചേർത്ത് പാടാം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടൊരു നാടൻ പാട്ടാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിത്തിനങ്ങൾ ചേർത്ത് പാടുക. ഇവിടെ വിത്ത് പൊലിപ്പാട്ടാണ് തന്നിട്ടുള്ളത്. പാടി നോക്കൂ മക്കളെ, നല്ല ഈണത്തിൽ പാടി നോക്കണം. വായ്ത്താരിയൊക്കെ വെച്ചിട്ട് പാടി നോക്കുക. എന്തെല്ലാം നെല്ല് പൊലിക, ചെന്നെല്ല് വിത്ത് പൊലിക പൊലി, ചെന്നെല്ല് വിത്ത് പൊലിക, കുഞ്ഞിക്കഴമ പൊലിക പൊലി, കുഞ്ഞിക്കഴമ പൊലിക, തൃച്ചണ്ടൻ വിത്ത് പൊലിക പൊലി, തൃച്ചണ്ടൻ വിത്ത് പൊലിക, വിരിപ്പ് നെല്ല് പൊലിക പൊലി, വിരിപ്പ് നെല്ല് പൊലിക, എണ്ണക്കുഴമ്പൻ പൊലിക പൊലി, എണ്ണക്കുഴമ്പൻ പൊലിക, നാരകൻ വിത്ത് പൊലിക പൊലി, നാരകൻ വിത്ത് പൊലിക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വിത്തിനങ്ങൾ കൂട്ടിച്ചേർത്ത് വരികൾ പൂർത്തിയാക്കണം. നോക്കൂ, ഉമ്മനെല്ല് പൊലിക പൊലിക, ഉമ്മനെല്ല് പൊലിക, ജ്യോതി വിത്ത് പൊലിക പൊലിക, ജ്യോതി വിത്ത് പൊലിക, പൊന്നിയൻ വിത്ത് പൊലിക പൊലിക, പൊന്നിയൻ വിത്ത് പൊലിക. ഇനി മക്കൾക്ക് അറിയാവുന്ന വിത്തിനങ്ങൾ കൂട്ടിച്ചേർത്ത് വീണ്ടും നിങ്ങൾക്ക് വരികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ പാഠഭാഗത്തിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളും പാഠഭാഗവും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട്, ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്